ഭൂരിപക്ഷ സമുദായത്തെ ഇപ്പോഴും കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി കൂടി. അല്ലല്ല, ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും, ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ്. പ്രത്യേക പരിഗണന ആരോടുമില്ല, ഒരു സമുദായത്തോടുമില്ല. ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത്. ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. ഞങ്ങൾ ആ നിലപാടെടുക്കും. പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട്. വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട്. അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താണ് ഈ 2026 കനത്ത തോൽവി കണ്ടിട്ട് ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന്. അതാണ് അയ്യപ്പ സംഗമം. ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല. ആരും പറഞ്ഞില്ലല്ലോ. സ്വാമി അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല. ചിത്രം പിണറായി വിജയൻ്റെയും വാസവൻ്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അയ്യപ്പ സംഘമാണ് പേര്. മനസ്സിലായി? അപ്പം രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും. ഞങ്ങളുടെ ധർമ്മമാണ്, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ഞങ്ങളത് ചെയ്യും. സംശയം എന്താ കാര്യത്തിൽ? അദ്ദേഹം പലതും പറയാറുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല. അല്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയില്ല. NSSുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല. ഒരു അഭിപ്രായ ഭിന്നതയില്ല. ഞാൻ പറയട്ടെ, എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. അല്ലല്ല, ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും. ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് SNDP യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ? ഞാൻ SNDP യോഗത്തിൻ്റെ ചതയ ദിനാഘോഷങ്ങളിൽ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു. അവരെന്നെ ക്ഷണിച്ചു, ഞാൻ ആ പരിപാടിക്ക് പോയി. അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലുമില്ല. പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. അതിൽ മാറ്റമില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല. പറഞ്ഞോ? എന്നെ ഏറ്റവും മോശമായ നിന്ദ്യമായ വാക്കുകൾ ഉപേക്ഷിച്ച് പറഞ്ഞു. എനിക്ക് ഈ വിരോധമൊന്നുമില്ല. അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസിൽ കേൾക്കണം.